വകുപ്പുകൾ ആർക്കൊക്കെ? മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായുള്ള ഏക്നാഥ് ഷിൻഡെയുടെ സത്യപ്രതിജ്ഞ വിവാദമാകുന്നു. സത്യപ്രതിജ്ഞയ്ക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെ പ്രശംസിച്ച് സംസാരിച്ചതാണ് വിവാദമായത്. സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്ത് വന്നു. ആർ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, എന്തായാലും പ്രതിപക്ഷത്തിനൊരു ആയുധമാണ് പ്രധാനമായും ഷിൻഡെയുടെ ഈ സത്യപ്രതിജ്ഞ പ്രസംഗം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭവ്യ, ഇത് പ്രതിപക്ഷത്തിന് ആയുധമാകും എന്നതും ഇത് വിവാദമാകും എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഏക്നാഥ് ഷിൻഡെ സത്യപ്രതിജ്ഞയിൽ ഇങ്ങനെ ഒരു വാചകം, സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പായി ഇങ്ങനെ ഒരു വാചകം ഉന്നയിച്ചത്. അദ്ദേഹത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഗവർണർ വിളിക്കുമ്പോൾ, CP രാധാകൃഷ്ണൻ വിളിക്കുമ്പോൾ, അദ്ദേഹം സാധാരണഗതിയിൽ ഇന്ത്യയിൽ സത്യപ്രതിജ്ഞ എങ്ങനെ ചെയ്യണമെന്നത് ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂളിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ സത്യവാചകമല്ലാതെ മറ്റു വാചകങ്ങളൊന്നും, മറ്റു പ്രസംഗങ്ങളോ മറ്റ് സംഭവങ്ങളോ അതിൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ അറിയാവുന്ന ആളാൽ തന്നെയാണ് ഏക്നാഥ് ഷിൻഡെ. പക്ഷേ ഏക്നാഥ് ഷിൻഡെ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങുകയായിരുന്നു. അദ്ദേഹം സ്വന്തം പേര് പറഞ്ഞ് സത്യവാചകം ചൊല്ലുന്നതിന് പകരം ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് ആദ്യം തന്നെ ശിവസേനയുടെ സ്ഥാപകനും തലവനുമൊക്കെ ആയിരുന്ന ബാൽ താക്കറെ വിശേഷിപ്പിച്ചു. ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശേഷണങ്ങൾ നൽകുന്നു. അതിനുശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇത് സമാനമായ നന്ദി പറയുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് നന്ദി പറയാൻ ഒരുങ്ങിയപ്പോഴാണ് ഗവർണർ CP രാധാകൃഷ്ണൻ വീണ്ടും ഇടപെട്ടത്. അദ്ദേഹം ഇടപെട്ടതിനെ തുടർന്നാണ് പിന്നീട് അദ്ദേഹം സത്യവാചകം ചൊല്ലിയത്. എന്നാൽ ഇത് ആ സമയത്ത് തന്നെ എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. ഈ വിവരങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഷിൻഡെ ബോധപൂർവമാണോ ഇത്തരത്തിലേക്ക് തന്റെ സത്യവാചകത്തിനൊപ്പം ഇത്തരം പ്രസംഗം കൂടി ഉൾപ്പെടുത്തിയത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇന്നലെ ഉച്ചവരെയും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഔദ്യോഗികമായി നൽകാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിനും തയ്യാറായിരുന്നില്ല. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് അദ്ദേഹം ഒടുവിൽ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സംബന്ധിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹം ആദ്യം അവകാശവാദം ഉന്നയിച്ചിരുന്നു. 2.5 വർഷം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഈ ആവശ്യം BJP അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അതിന് വഴങ്ങി. പക്ഷേ ആഭ്യന്തര വകുപ്പ് വേണം എന്നത് വാശിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ അതിനും BJP തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഷിൻഡെ പരസ്യ പ്രതികരണം ഒഴിവാക്കിയെങ്കിലും ഇതിൽ നിന്നെല്ലാം മാറി, ചർച്ചകളിൽ നിന്നെല്ലാം മാറി നിന്നത്. താൻ മന്ത്രിസഭയിലേക്കില്ല, ശിവസേന മന്ത്രിസഭയിലേക്കില്ല, അതിന് പകരം പുറത്തുനിന്ന് പിന്തുണച്ചോളാം എന്നുള്ള തന്ത്രപരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്തായാലും ഇന്നലെ സമവായത്തിലൂടെ അവസാന നിമിഷം നടത്തിയ നാടകീയമായ നീക്കങ്ങളിലൂടെയൊക്കെ ഷിൻഡെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിച്ചെങ്കിലും ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചൊല്ലിയ രീതി അത് ഭരണഘടനാ ലംഘനമാണെന്നും സത്യപ്രതിജ്ഞ അസാധുവാണെന്നും പ്രതിപക്ഷം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വിഷയം ഗവർണറുടെ മുന്നിൽ ഉന്നയിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയിലാണ് പ്രതിപക്ഷം അത് പരസ്യമായി ഉന്നയിക്കുമ്പോഴും ഗവർണറുടെ മുന്നിൽ വിഷയം ഉന്നയിച്ച് ഷിൻഡെയ്ക്ക് കൂടുതൽ തന്ത്രപരമായ നീക്കത്തിന് സഹായം നൽകണോ എന്നതിൽ പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് കൂടിയാലോചിക്കും. അതിനുശേഷമാവും അവർ ഗവർണറെ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുക. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.